ഹായ് ഹലോ നമസ്കാരം മച്ചന്മാരെ വണക്കം വണക്കം. എന്തുവാടെ ഇവിടെ നമ്മൾ ഗോളം മൂവി കാണാൻ വേണ്ടിട്ട് തിയേറ്ററിലോട്ട് വന്നത്. എറണാകുളത്ത് നമ്മുടെ വനിതാ തിയേറ്ററിലാണ് നിൽക്കുന്നത്. വിനിത തിയേറ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. അതെ, അത് തന്നെ ഗോളം മൂവി കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഗോളം മൂവി കാണാൻ ഉണ്ടായ കാര്യം എന്താണ്? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനു നിങ്ങളുടെ പൊട്ടൻ ശിവു ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അനുവിന്റെ ആദ്യത്തെ സിനിമ റിലീസ് ആയിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും വന്ന് കാണാൻ. അനു ആകെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഹാങ് നിൽക്കുവാണ്. കുറെ വർഷങ്ങളായിട്ട് കണ്ടൊരു സ്ക്രീനിൽ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലായി പോകും. വിഷയമുണ്ടായിരുന്നു. ചേട്ടാ, എനിക്കിനി പറയാനുള്ളത് നമ്മളെ പ്രേക്ഷകരുടെ അടുത്താണ്. എന്തായാലും നിങ്ങൾ ഈ മൂവി വന്ന് കാണണം. നിങ്ങൾ എന്തായാലും ബോറടിക്കത്തില്ല. ഉറപ്പായിട്ടും വളരെ നല്ലൊരു അനു അത് സംജാത അത് അസാധ്യമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ക്രിപ്റ്റും സൂപ്പറാണ്, അതുപോലെ തന്നെ നല്ല അസാധ്യമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും വാല്യൂ ഉണ്ട്. ഓക്കെ, അങ്ങനെ അനുവിന്റെ പേര് എന്തായാലും നമ്മൾ ഇന്ന് തൊട്ട് മാറ്റുകയാണ്. അനു ഇനി അരുൺ ചേട്ടൻ എന്നായിരിക്കും അറിയപ്പെടുന്നത്. പൊട്ടൻ ശിബു അല്ല, അനു അനന്തനല്ല, ഇനി അരുണേഷ് അല്ല, ഇനി അനു അറിയപ്പെടാൻ പോകുന്നത് അരുൺ ചേട്ടൻ എന്നാണ്. കാര്യം ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും എന്താണെന്ന്. ഓക്കെ, അങ്ങനെ അനുവിന്റെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. അനുവിന്റെ സിനിമയിൽ അനുവിന്റെ കൂടെ അഭിനയിച്ച ആളുകളൊക്കെ. രഞ്ജിത്തിന്റെ ഓൾറെഡി നമ്മൾ സംസാരിച്ചായിരുന്നു. രഞ്ജിത്തിന്റെ അടുത്ത് ഞാൻ എടുത്ത് പറയുമായിരുന്നു, രഞ്ജിത്തിന്റെ മാനറിസംസ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അല്ല, പക്ഷെ നല്ല മേക്ക് ഓവർ ആയിരുന്നു ബ്രോ. ആക്ച്വലി മനസ്സിലാവത്തില്ല ബ്രോ ആണെന്ന് ഈ ഒരു താടിയുടെ ഷൂട്ടിനിടെ പറയും സംസാരിക്കുന്ന ഒരു പോലീസ് ഞാൻ പറഞ്ഞു ഇത് ഗോണ ബി എ ബ്രേക്ക് പോയിന്റ് ഉറപ്പായിട്ട്. നിനക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇവനാണ് മെയിൻ ആളല്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. താങ്ക്സ് ബ്രോ, സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. ഹലോ, ഈ പുള്ളിക്കാരത്തിലല്ലേ മറന്നു പോണ അല്ലേ? അതെ. എങ്ങനെ നമ്മളെ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. നമ്മളെ കൂട്ടത്തിൽ അഭിനയിച്ച നായികയാണ്. കല്യാണമാണ്. ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് വെളിയിൽ പറഞ്ഞുകൂടാ അല്ലേ? നമ്മുടെ ഡിമാൻഡ് പോകത്തില്ല. അനു ഇവിടെ. ഹലോ, ഹായ് ജിനു. സൂപ്പർ, അടിപൊളി, ഗുഡ് വർക്ക്, നല്ല പടം മൊത്തത്തില്. അതെ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് വാക്ക് മൂവിയെ കുറിച്ച്, അതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും ഞങ്ങളുടെ ഓഡിയൻസിന്, അതായത് അനുവിന്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് പറയണം. അനുവാണ് സ്റ്റാർ. അയ്യോ, അരുൺ ചേട്ടൻ. പേര് മാറ്റി, അനുവിന്റെ പേര് മാറ്റി. ഇനി അരുൺ ചേട്ടൻ. ഇനി അരുൺ ചേട്ടൻ എന്നറിയപ്പെടും. തുടക്കം മുതലേ എൻ്റെ പേര് അരുൺ ചേട്ടന്റെ പടം. അരുൺ ചേട്ടൻ പടം കൊണ്ടുപോയി പിന്നെ പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട് മിൽക്കി ബാർ വാങ്ങാൻ. ഇല്ല, പക്ഷെ ഐ തിങ്ക് ഇറ്റ് വാസ് ഫൺ. 10-15 പേര് ഒരേപോലത്തെ ആൾക്കാർ ഒരുമിച്ച് നിന്ന് നമ്മൾ അവിടെ നിന്ന് ഫ്രണ്ട്സായി. അത് ആ സ്പേസിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് താമസിക്കുകയും സ്പെൻഡ് ചെയ്യും. 6 മണി മുതൽ 9 മണി വരെ ഒരേ സ്ഥലത്താണ് 30 ദിവസത്തോളം. അപ്പോൾ ഒബ്വിയസ്ലി അത് മൂവിയിലും റിഫ്ലക്ട് ആയിട്ടുണ്ട്. പിന്നെ ഒരു ത്രില്ലറാണ്. സീറ്റഡ് സെക്കൻഡ് ഹാഫ് വരുമ്പോഴാണ് അതൊരു കുറച്ച് സീറ്റഡ് ആവുന്നത്. ഈ പറയുന്ന ഒരു മോഡൽ നടക്കുകയും അതെങ്ങനെ ആര് നടത്തിയെന്ന് കണ്ടുപിടിക്കുന്ന ഒരു കണ്ടവർക്ക് എല്ലാവർക്കും അത് നന്നായിട്ട് വർക്കായി എന്ന് മനസ്സിലാവുന്നത്. പിന്നെ ആ സെക്കൻഡ് ഹാഫ് അത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു സ്റ്റോറി കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സെക്കൻഡ് ഹാഫിന് ശേഷം ഒരു സീറ്റേജ് ആയിട്ട് തോന്നിയത്. പക്ഷെ ഞങ്ങൾക്ക് ആദ്യം മുതലേ തന്നെ ആ ഒരു പാട്ട് മുതലേ തന്നെ അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ബിൽഡ് ചെയ്ത് പോകുന്ന ആ ഒരു ഫീല് നല്ലപോലെ വന്നിട്ടുണ്ട്. ഇന്റർവെൽ പഞ്ച് അസാധ്യം. അത് കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന എൻഡിലോട്ട് വരുന്നതെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് സംജാത് നല്ല രീതിയിൽ, ആക്ച്വലി ഞാനൊരു ഫാൻ ആയി സംജാതിന്റെ. നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനിയും ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മിൽക്കി ബാറഡ് അനുവിനൊന്ന് ഇന്റർവ്യൂ ആണോ ഡയറക്ടർ സാറിന്? അനുവിന് തന്നെ ഇന്റർവ്യൂ. അതെ, അനു അല്ല, അരുൺ ചേട്ടൻ. അരുൺ ചേട്ടൻ എന്താണ് അറിയേണ്ടത്? അരുൺ ചേട്ടൻ പറയും ഈ പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം. നമ്മളെ പണ്ടോട്ടുള്ള ആഗ്രഹമായിരുന്നു വലിയ സ്ക്രീനിൽ കാണുക എന്നുള്ളത്. അത് കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു ഇതുവരെ അത് മാറിയിട്ടില്ല. ഒരു എക്സൈറ്റ്മെന്റിലാണ് അല്ലേ? സത്യം. ഇതിനെ കാട്ടി ഇപ്പം ഞാൻ ഇത് പറയുന്നതിനെ കാട്ടി 5 വർഷമൊക്കെ ഇരുന്ന് ഇവര് സ്ക്രിപ്റ്റ് എഴുതി 3 വർഷം കിടക്കട്ടെ, 2 കൊല്ലം കൂടെ കിടക്കട്ടെ. 3 വർഷമൊക്കെ ഈ മൂവിക്ക് ഗോളത്തിന് വേണ്ടി
സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഇരുന്ന് ജോലി വരെ ഉപേക്ഷിച്ച ആൾക്കാരാണ്. അപ്പോൾ അവരെ അത്ര എഫേർട്ടൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ലൊരു ഡയറക്ടറിനെ കിട്ടി, ഡയറക്ടറിനെ കിട്ടി, നല്ലൊരു ഫ്രണ്ടിനെയാണ് കിട്ടിയത്. എനിക്ക് എന്ത് കാര്യം ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ പ്രവീൺ അടുത്ത പടത്തിൽ അനുവിനൊരു അവസരം വേണം, അതാണ് അത് മറക്കരുത്. അത്രേ ഉള്ളൂ. മൈക്കും കൊണ്ട് വന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഇടയിൽ മൈക്ക് കൊണ്ട് വെച്ചോണ്ട് നിൽക്കുവാണ്. മച്ചാനെ സോന്നെ അടിപൊളി, ഞങ്ങളാ പറയണ്ടേ, തകർത്തേക്കുമല്ലേ എല്ലാവരും കൂടെ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ത്രൂ ഔട്ട് പടം തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. കാരണം ഈ ഇതുപോലെ ത്രില്ലർ സിനിമകൾ ഇപ്പോൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയിൽ സെയിം ജോണർ വന്നിട്ട് നമ്മൾ ആ ഇറക്കാൻ കാണിക്കുക കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റിൻ്റെ മുകളിലുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ്. സോ അത്രയും യൂണീക്കായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ അതിലുണ്ട്. എനിക്കത് കണക്റ്റായി ഒരുപാട്. ഞാൻ ഡബ്ബ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഫുള്ള് കാണുന്നത്. ഞാൻ ഫുള്ള് കണ്ടിട്ടില്ലായിരുന്നു. സോ ഒരുപാട് സന്തോഷം. എന്തായാലും വിജയിപ്പിക്കാം. എല്ലാവരും വിജയിപ്പിക്കും ബ്രോ. നല്ല പടങ്ങൾ എന്തായാലും എല്ലാവരും വിജയിപ്പിക്കും. താങ്ക്സ് ബ്രോ. രാജിക്കത്ത്. എൻ്റെ പേര് ഗായത്രി. ഞാൻ ഇതിൽ നീലിമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യണത്. ആൻഡ് സിനിമയെ പറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ പറഞ്ഞാൽ സസ്പെൻസ് ബ്രേക്ക് ആവും, ബിക്കോസ് ഇറ്റ്സ് എ ത്രില്ലർ മൂവി. അപ്പോൾ പോയി കാണൂ. ഒരു കാര്യത്തിന് ഞാൻ ഗ്യാരണ്ടി തരാം, തിയേറ്ററിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ 3 മണിക്കൂർ ലോക്കാണ്, ബിക്കോസ് അത്രയും എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സോ ഗോ വാച്ച് ഇറ്റ്. നല്ല സിനിമ അല്ലെങ്കിൽ എന്നെ പറഞ്ഞു അഭിപ്രായം പറയും. ബ്രോ ഹായ്, സുഖന്നല്ലോ. ഒരുപാട് അതെ, പോലീസുകാരനേക്കാൾ ഏറെ നമുക്ക് പറയാനുള്ളത് കാതലിലെ ക്യാരക്ടറിനെ കുറിച്ചായിരിക്കും. ഇതിലെ ക്യാരക്ടറെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ല, ഇത് അനുവിന്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള ചാനലാണ് നമ്മുടേത്. അനുവിന്റെ വ്യൂവേഴ്സാണ് ഇതിൽ വീഡിയോസ് കാണാറുള്ളത്. അപ്പോൾ സിനിമ അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. കണ്ടവർക്കൊക്കെ അറിയാം. അപ്പം ഇവിടെ ഒപ്പീനിയൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവുമല്ലോ. അതെ, എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരെ എല്ലാവരും ടീം കൂടെ ഒരു വൈബിളുള്ള ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ സാധിച്ചു. ആക്ച്വലി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ശീതൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എവിടെയാന്ന് പറയൂ. ഓക്കെ, വൈറ്റും വൈറ്റും നിങ്ങൾ ഒരേ ടീമാണ് അല്ലേ? പടം ഇഷ്ടപ്പെട്ടോ? പടം കണ്ടു, പടം അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വന്നിട്ട് മൂവി കാണുന്നത്. അപ്പം അത്രയും ത്രില്ലും പേടിയുമായിരുന്നു. വല്ല സിനിമ ഇങ്ങനെ കട്ടി കളഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷേ ലൈക്ക് നമ്മൾ ഈ ന്യൂ കമർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരേപോലെ സ്ക്രീൻ പ്രസൻസ് ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ. പക്ഷെ അത് മൂവിനെ എഫക്റ്റും ചെയ്തിട്ടില്ല. അതെ, ഇതിൽ നിന്നൊരു ഭാവി നമുക്ക് ഉണ്ടാവട്ടെ. അതെ ഇത് പിന്നെ അനുവിന്റെ പേര് മാറ്റി കാര്യം അറിഞ്ഞായിരുന്നല്ലോ. ഇനി തൊട്ട് അനു അരുൺ ചേട്ടൻ ആധാറിൽ മാറ്റാൻ കൊടുത്തേക്കുവാ ഇപ്പൊ. അരുൺ, താങ്ക്സ് ഡിയർ, താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്. ഞാനും സംജാതും കൂടിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലുള്ള സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പടം കണ്ട് ഇറങ്ങിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. എന്തായാലും എല്ലാവരും വന്ന് കാണാൻ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ഇടുക, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുക. പിന്നെ ഒരു കേസ് പറയാനുള്ളത്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വേറെ ആൾക്കാരോട് തീർച്ചയായിട്ടും കൊണ്ടുവരും. അങ്ങനെ ഒരു മൂവിയാണ്. എൻ്റെ സിനിമയായിട്ട് പറയുന്നതല്ല. അല്ല, അത് അങ്ങനെ തള്ളുന്നതല്ല. ഞങ്ങൾ ഈ പടം ഞങ്ങൾ കണ്ടപ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം ഇതിന്റെ പ്രിവ്യൂ കട്ട് കണ്ടായിരുന്നല്ലോ. അപ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് അപ്പോഴേ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി ലൈൻ എന്തായാലും അസാധ്യമായിട്ട് വരുമെന്ന് തന്നെ അറിയായിരുന്നു. നല്ലപോലെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ആവട്ടെ, മേക്കിംഗ് ആവട്ടെ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ റോൾ ചെയ്ത ക്യാരക്ടർ സൂപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത്. ആ ഒരു അതിനെ ഉൾക്കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അതിൽ ചെയ്തിട്ടുള്ള എല്ലാവരും ബെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ടീം വർക്കിന്റെ ഗുണം തന്നെയാണ് പടത്തിന്റെ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മലയാളികൾ എന്തായാലും കൂടെ ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ ഗോളം മൂവിയുടെ വിശേഷങ്ങൾ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. നല്ല രീതിയിലാണ് അവർ മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് കാണണം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം എൻ്റെ ഒരു സിനിമ ഇറങ്ങുന്ന കൂട്ടത്തിൽ എൻ്റെ കൂടെ വന്ന എൻ്റെ പെങ്ങളും എൻ്റെ ചേട്ടനും പിന്നെ കൊച്ചും പിന്നെ രാഹുലും എല്ലാവരും വന്ന് ഒരുപാട് സന്തോഷമുണ്ട്. എറണാകുളത്ത് ഇത്രയും ദൂരം ട്രിവാൻഡ്രത്തുനിന്ന് വരുവാന്ന് പറയാൻ എനിക്ക് വേണ്ടി എനിക്ക് ഒരുപാട് സന്തോഷം. നിനക്ക് വേണ്ടി വന്നില്ല ഞങ്ങൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നല്ല വന്നത്. ഞങ്ങളങ്ങ് ദൂരെ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പെടാപ്പാട് വിട്ട് ആണ് രാത്രിയും വെളുപ്പിനും ഒക്കെ വണ്ടി ഓടിച്ചത് ഞാനാണ്. അവളതിലിരുന്ന് ഉറങ്ങുമായിരുന്നു. സന്തോഷം. നമ്മൾ ആത്മാർത്ഥമായി ഉയരങ്ങളിലേക്ക് നമ്മൾ പോട്ടെ. ഈ പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ പോട്ടെ, സിനിമയിൽ അഭിനയിച്ചവർ പോട്ടെ, എല്ലാവരും പോട്ടെ. പക്ഷേ ഇതിനെല്ലാത്തിനും കാരണക്കാരായത് നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരാണ് അല്ലേ, പ്രേക്ഷകരാണ്. അപ്പോൾ അവരുടെ അടുത്തെല്ലാം ഒരായിരം നന്ദി. എത്ര പറഞ്ഞാലും തീരത്തില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ കോടിക്കണക്കിന് ആളുകളിൽ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യങ്ങളാണ് ഇതൊക്കെ. അത് നമുക്ക് നേടിത്തരാൻ സാധിച്ച നമ്മുടെ ഓരോ പ്രേക്ഷകരോടും നമ്മൾ നന്ദി പറയും. ഓക്കെ, അപ്പോൾ സിയ, താങ്ക് യു സോ മച്ച്.